ഇതാണ് കണവമുട്ട. കാണാത്ത കൂട്ടുകാർ കണ്ടോ, ഈ നിറച്ചുണ്ട് കേട്ടാ. ആഹാ, കിടിലം പുള്ളി. 6 ദിവസത്തിലെ ഏറ്റവും വലിയ പുള്ളി. വീലോസ് പൊട്ടി നോക്കിയോ, നോക്കിയോ. ടിഷ് പാലാങ്ങനെയാണ് പൊക്കി പിടിച്ചാണ്. ആഹാ, വലിയ പാലാങ്ങണി. പോക്കിലൊക്കെ അടിച്ചോക്കുന്നുണ്ട്. 6ാമത്തെ ദിവസം നമ്മള് വല എടുക്കണ കാഴ്ചയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് 6ാം ദിവസം നമ്മള് കടലിൽ തന്നെയാണ്. ബീച്ചില് വയറോപ്പും കാര്യങ്ങളും കയറേണ്ട. അങ്ങനെ നമ്മുടെ വീഞ്ച് കയറി 2 കയറിട്ടാ. ആ വീഞ്ചിൽ എന്തോ ഉണ്ട്. എന്തിട്ടാണ് നോക്കട്ടെ. കണവ മുട്ടയാണോ കൂന്തൽ മുട്ടയാണോ അതെ പിടിച്ചിരിപ്പണ്ടാ. ആ വീഞ്ച് പേര് നോക്കി കണ്ട. കൂന്തൽ മുട്ട കേട്ടാ. കണവ മുട്ടയിലല്ലോ ഇത്. കണവ മുട്ടയിലാട്ടാ, വേറെ. കണവ മുട്ട ഫസ്റ്റ് ടൈം ആയിട്ടുള്ള കാഴ്ച ഇങ്ങനെയാണ്. ഇതാണ് കണവ മുട്ട. ഇത് കണ്ട കണവ മുട്ട കണ്ടതേ നിറച്ച് കൊലഞ്ഞിരുമേല് പിടിച്ചോണ്ട. വേണ്ടനെ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇതാണ് കണവ മുട്ട. കാണാത്ത കൂട്ടുകാർ കണ്ടോ, ഇത് നിറച്ചുണ്ട് കേട്ടാ. കണവ മുട്ട കേട്ടാ. ഇപ്പൊ കിട്ടിയതാണ്. ഇത് ഏകദേശം കംപ്ലൈന്റ് ആയെന്ന് തോന്നുന്നു കേട്ടാ. നമ്മ കടലിലോട്ട് തന്നെ കളയും. കടലേക്ക് തന്നെ കളയാം കേട്ടാ. അങ്ങനെ നമ്മുടെ വല എത്തി ഫ്ലോട്ടൊക്കെ പൊങ്ങി തുടങ്ങിട്ടാ. പിടിച്ചു കയറ്റാൻ വേണ്ടി പോവുകയാണ്. ചേട്ടന്മാരെന്ന് വെച്ചാൽ നമ്മുടെ അണ്ണന്മാര് ഭായിമാരൊക്കെ ഉണ്ട്. നല്ല കാറ്റും മഴയാണ്. ഇന്നലെ കടലിൽ കോളൊക്കെ ആയിരുന്നു. ഇപ്പൊ കോളൊക്കെ മാറി കടലിൽ ശാന്തമായി കണ്ട. നമ്മുടെ സ്രാങ്ക് പറഞ്ഞ് കടലിൽ കോളായിരുന്നു കണ്ട. ഇപ്പൊ കടലിൽ ശാന്ത കിടക്കുന്നത് ഇല്ലേട്ടാ ഡ്രൈവർ ഏട്ടാ. ഇപ്പൊ കടൽ ഓക്കെ ആയില്ലേ? ഓക്കെ വരും. കുറച്ച് വരുമെന്ന് കടല് വീണ്ടും. ഇപ്പൊ ഓക്കെ കിടപ്പുണ്ട്. നമ്മുടെ സ്രാങ്കിനാണെങ്കിൽ ഭയങ്കര ഇതാണ്ട. ആള് എന്നോട് പറഞ്ഞ് കാറ്റും കോളൊക്കെ നമുക്ക് കടലിൽ കടക്കുമെന്ന്. ബാക്കി കുറെ ബോട്ടൊക്കെ ഓടിപ്പോയി. സ്രാങ്ക് ഓടിയൊന്നും പോയില്ല. സ്രാങ്ക് ഇവിടെ കിടന്നിട്ട് സ്രാങ്ക് പറഞ്ഞ് ഇന്ന് കോള് കുറയോന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ സ്രാങ്ക് ഇട്ടല്ലയോ. അപ്പൊ അതുപോലെ തന്നെ സ്രാങ്ക് പറഞ്ഞ പോലെ തന്നെ കാറ്റും കോളൊക്കെ മാറി. സ്രാങ്ക് നല്ല ചങ്കൂറ്റുള്ള ആളാണ്. സ്രാങ്കുമാർക്ക് നല്ല ചങ്കൂറ്റം ഉണ്ടെങ്കിൽ മാത്രം ഇതുപോലെ നമുക്ക് കടലിൽ കിടന്ന് പണിയെടുത്ത് നമുക്ക് മീനൊക്കെ ആയിട്ട് കരക്ക് എത്താനും പറ്റുള്ളൂ കേട്ടാ. കുറെ ബോട്ടൊക്കെ ഓടിപ്പോയി. നമ്മളിവിടെ കിടന്ന് വല വലിച്ചെടുക്കാണ്. പാട്ട വലിയ ബക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മ കരയിൽ കളയണ എല്ലാനും അവസാനം കടലിൽ വന്നെത്തും. മുട്ട ഇത് നോക്കി നിറച്ച് കാണാൻ പോട്ടത്. അതുപോലെ നിറച്ച് കാണാൻ പോട്ടാണ് അക്കിടി കണ്ടാ. ഇത് ചൂണ്ടിടാൻ വേണ്ടി ഉണ്ടാക്കണ അക്കിടി. അതെ അത് കളയാണ്ടാ. നിറച്ച് കാണാൻ പോട്ടാണ് നോക്കിയേ. കണ്ട ഇത് നിറച്ചുണ്ട്. നിറച്ചെന്ന് വെച്ചാൽ നിറച്ചാണ്ട കാണാൻ പോട്ടാ. ഇത് നമുക്ക് കടലിലോട്ട് തന്നെ കളയാട്ടാ. വീണ്ടും വന്നിട്ടുണ്ട് കണ്ട. ഇത് അടുത്ത് നോക്കിയാ കാണാൻ പോട്ട് നോക്കി കണ്ട. വീണ്ടും എത്തിയിട്ടുണ്ട് കാണാൻ പോട്ടേട്ടാ. അതെ നമ്മുടെ ചരക്ക് കയറാൻ പോണ കാഴ്ച കേട്ടാ. കൊറേ അക്കിടിയൊക്കെ ഉണ്ടായിരുന്നു കണ്ട. അവിടെ ഇവിടെയൊക്കെ എടുക്കുന്ന നിറച്ച് അക്കിടിയായിരുന്നു കണ്ട. ചരക്കെടുക്കുന്ന കാഴ്ചയാണ് കേട്ടാ. പയ്യെ 2 സൈഡും എടുക്കേണ്ട. அங்க ஒன்று வச்சிருக்கீங்க மீன் அது வருஷம்
ഇവിടെ വല വീടാണ്. ആദ്യത്തെ വല നമ്മൾ വിട്ടത് പങ്കയിലുടക്കി. രണ്ടാമത്തെ വല സെറ്റ് ചെയ്ത് നമ്മൾ അത് വിടുകയാണ് കേട്ടോ. തിരിയണ ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൽ കുറച്ച് വേസ്റ്റ് പോലെ പപ്പടം മീനും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നോടാ. ഇവിടെ തിരിഞ്ഞെടുക്കുന്നുണ്ട്. അവിടെ തിരിയണ കണ്ട എല്ലാവരും തിരിഞ്ഞെടുക്കാണ്. ഇവിടെ കുറച്ച് അയില, ചെറിയ അയില, ചെറിയ ഉണ്ണിമേരി, വലിയ ഉണ്ണിമേരി, കിളിമ്പി, പിന്നെ ഊളാവ് മീനെ ചെറുത് ചെമ്പാൻ എന്നൊക്കെ പറയുന്നതാണ്. മീനൊക്കെ അല്ലാതെ ഇവിടെ കഴുകി ക്ലീൻ ചെയ്തെടുക്കേണ്ട. സ്റ്റോറിലോട്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ഐസ് അടിച്ചിട്ടുണ്ട് കേട്ടാ. ഈ ഒരു ഭാഗത്ത് അടിച്ച് പിന്നെ ആ ഒരു മീൻ അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോക്കി ബൈ അവിടെ നിന്ന് ഐസ് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ വറ്റ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ണിമേരി, പിന്നെ ശീലാവ്, ഇങ്ങനെയൊക്കെ ഉടുപ്പൂരി കൊണ്ട് നിറച്ചിട്ടുണ്ട്. കാണുന്ന ഈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ 6ാം ദിവസത്തെ മീൻപിടുത്തവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റോർ റൂമാണ്. അവിടെയൊക്കെ അയില കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ട ഈ ഭാഗത്തൊക്കെ അയില. പിന്നെ അതുപോലെ തന്നെ ഇങ്ങാടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറവാണ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം നാളെയും മറ്റന്നൊക്കെ ആയിട്ടൊക്കെ. ഇത് ഇവിടെ വങ്കട കൊണ്ട് നിറച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട വങ്കട നിറഞ്ഞിട്ടില്ല, ഇത്രയൊക്കെ വേണം. പക്ഷെ ഇത് ഇത്ര ആയിട്ടുണ്ട്, പാതിയായിട്ടില്ല, എങ്കിൽ കുറച്ചായിട്ടുണ്ട്. കണ്ട വങ്കട. വങ്കട മീൻ കഴിച്ചാൽ സങ്കടം മാറുമെന്നാണ് പഴമക്കാരൊക്കെ പറയണത്. അതുകൊണ്ട് ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അയിലാണ്, ഇങ്ങാളെ അയില, ഇവിടെ അയില, അവിടെ അയില, അവിടെ അയിലാണ് അടിച്ചേക്കുന്നത് കേട്ടോ. നേരത്തെ ഇറക്കി കൊടുത്ത മീൻ എല്ലാം കൂടിയുള്ള മീൻ തരം കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തോടെ അടിക്കും പോവുകയാണ് കേട്ടാ. വെള്ളം കുറേ ഉണ്ട്, അപ്പൊ അത് കളയണം ഇങ്ങനെ. അതുകൊണ്ട് ഇങ്ങനെ വെക്കോട്ടാ. പിന്നെ വെള്ളം കളഞ്ഞിട്ട് അടിക്കുള്ളൂ, മേലോട്ട് പൊക്കി അടിക്കും. പൊക്കി ഒറ്റ അടിക്കും, നീക്കും കേട്ടാ. ഇങ്ങനെ ഐസ് ചെയ്യും. നിങ്ങളൊക്കെ നമ്മുടെ സ്റ്റോറി ഇവിടെ ഒന്നും ആയിട്ടില്ല. മീൻ വരുമെന്ന് പ്രതീക്ഷിക്കുക. ഇവിടെ അയില, ഇവിടെ അയില, പിന്നെ ഇവിടെ അയില, ഊളാവ്, അങ്ങനെ കുറച്ച് കാര്യം. നമ്മുടെ വെള്ളം നമുക്ക് 10 ദിവസമാണ്. ഇനിയിപ്പോൾ 6 ദിവസം. ഇനി നമുക്കുള്ള ബോട്ടിൽ 2, 4, 6 ബോട്ടിലും കൂടി ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കും. നമ്മുടെ നെയ്മീൻ ഐസ് ചെയ്യണ കാഴ്ച കേട്ടോ. ചെമ്പാൻ നെയ്മീൻ എന്ന് പറയും. ചെറുതാണ് ചെമ്പാൻ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ.
ഇത് നല്ല വലുതാവട്ടെ, നല്ല വലിയ മീനോ. ഇങ്ങനെ കഴിക്കാനും ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അത് ഐസ് ചെയ്യണ കാഴ്ചയാണ് കാണുന്നത്. പയ്യെ പയ്യെ സൈഡിലൊക്കെ ആയിട്ട് വെക്കുകയാണ്. ഐസ് ബാക്കി പോരാത്ത മീനെ തന്നെ ബോക്സിലൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ശീലാവ് എടുത്തിടാനാണ്ടാ. ശീലാവിനകത്ത് ഐസ് അടിക്കാണ്. ആ ബോക്സിലോട്ടാക്കി. ഇങ്ങാടും പരത്തി ഇടുന്നുണ്ട്. ഇനി ഇതും കൂടി അങ്ങനെ അടിച്ചിടും. കയറി വന്നപ്പോ ഇവിടെ കണ്ട വല മഴയത്തുനിന്ന് കീറ്റും കാര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പലതും വേണ്ട. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ വല കയറുന്ന കാഴ്ചയാണ്. വല കയറേണ്ടാ. ബോർഡ് എത്തി, ബോർഡ് കെട്ടേണ്ട. ഇപ്പൊ ഒരു റൗണ്ട് കഴിഞ്ഞ് നമ്മുടെ വീഞ്ച് കറങ്ങി തീർന്നു വെച്ചാൽ മൊത്തമായിട്ട് നമ്മുടെ വയർ റോപ്പ് കയറ്റി. വയർ റോപ്പ് മാത്രമല്ല, ഇനി റോപ്പ് കയറ്റാനുണ്ട്. അതിനു വേണ്ടി വെയിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ബോർഡ് കെട്ടിയതിന് ശേഷമാണ് റോപ്പ് കെട്ടോളട്ടാ. റോപ്പ് കയറ്റുള്ളൂ. അപ്പൊ അതെ വെയിറ്റ് ചെയ്തിരിക്കണം. ഒരു വലിയൊരു കടലാണ്, വലിയൊരു കടലാണ്ടാ പോണ. സീതമ്മല് കൂട്ടി. ഇനിയിപ്പോ റോപ്പ് കയറുന്ന ആഴ്ചയാണ് കേട്ടാ. ഇനിയിപ്പോ റോപ്പ് കയറാണ്. റോപ്പ് അവിടെ ചുറ്റി കയറും. രണ്ടുപേർത്തും റോപ്പ് കയറാണ്ടാ. വല പിടിച്ച് കയറ്റേണ്ടാ. വല കയറുന്ന ഒരു കാഴ്ചയാണ്. വല വലിച്ചു കയറുന്ന കാഴ്ച ഉണ്ടാ. നല്ല സ്പീഡിൽ വലിക്കേണ്ട. അന്തരീക്ഷമൊക്കെ ഉണ്ട്, ഇരുണ്ട് കൂടി കിടക്കുകയാണ്. ഇനി മഴക്ക് ചാൻസ് ഉണ്ട്. അവിടെ വലിച്ചു കയറ്റാണ് വല. അതേ പൊട്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഈ ഒരു ഭാഗം കണ്ട. ഇങ്ങനെയൊക്കെയാണ് കടലിലെ അവസ്ഥകൾ, കാര്യങ്ങളൊക്കെ. Cameraman, side, bye. പാമ്പ്, കടൽ പാമ്പ്, കടൽ പാമ്പ്, മേലെ കടൽ പാമ്പ്. ഓ കടൽ പാമ്പ്, കടൽ പാമ്പ്. പാമ്പ് 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 പാമ്പ്. അണ്ണാ 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 പാമ്പ്. ഇതൊക്കെ നമുക്കിപ്പോ കിട്ടിയ മീനുണ്ടാ. മീൻ പൊട്ടിക്കണടാ. ഭിത്തിമേല് പല്ലിനെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ മീനാജരാണ്. നോക്കിയേ, മീനൊട്ടി പിടിച്ചിരിക്കണടാ. മീൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പിടിച്ചിരിക്കണം. വിടാ വിടാ വിടാ, കണ്ട ഒട്ടിരിക്കണടാ. വിടൂല. ഭയങ്കര പവറാണ്. പവറിന് കാര്യം ഈ ഗ്രിപ്പാണ്ടാ. ഈ ഗ്രിപ്പ് വെച്ചാണ് ഇത് ഒട്ടിയിരിക്കണത്. വീലോസം പൊട്ടി നോക്കിയോ. ടിഷ് പറിച്ചെടുക്കോ, പറിച്ചെടുക്കോ, പറക്ക് വലിക്ക്. ബായിനെ കൊണ്ട് വലിപ്പിക്കാം. വലിക്ക് കേട്ടാ. ഭയങ്കര പണിയാണ്. ഇതാണ് ഒട്ടുമീൻ.
ഒട്ടുമീനെ കാണാത്ത കൂട്ടുകാരുണ്ടോ? മേത്ത കൊട്ടിരിക്കും. തൂണം പൊട്ടും എല്ലായിടത്തും തൊട്ടു കേട്ടാ. അപ്പൊ നമ്മ കളയാണ്. പൊക്കോട്ടെ, ജീവിച്ചോക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഈ വലയെ കിട്ടിയാണ്. ഇത്ര ചെമ്പാനുണ്ട്, പിന്നെ ആ ഉടുപ്പൂരി കടൽപ്പാമ്പിന്റെ അടുത്ത് കളഞ്ഞിട്ടാ, പിന്നെ ഞണ്ട്, കോലാമ്പി ഇതൊക്കെ നമുക്ക് കിട്ടിയേട്ടാ. കുറച്ച് കിളിമീനൊക്കെ കിട്ടി. പണി മോശമാണ്. ഈ വലയിൽ മീൻ മോശമുണ്ടോ? വളരെ മോശമാണ് കേട്ടാ. ഒന്നുമില്ല, ഏറ്റവും കുറവ് ഈ വലയിലാണ് കിട്ടിയത് നമുക്ക്. കടലിൽ മീനിന്റെ പെലപ്പ് നോക്കി, ഇത് നോക്കിയേ. അങ്ങാടും ഇങ്ങാടും കിടന്ന് ഓർഡർ നോക്കിയോ. എൻ്റെ പൊന്നെ, പെലപ്പ് എന്ന് പറഞ്ഞ പെലപ്പ് കണ്ട. കാക്ക കൊത്തിയിട്ട് ഇത് നോക്കിയേ. അവിടെ നിറച്ച് മീനാണ്. നിറച്ച് മീൻ കിടന്ന് പെയ്യണോക്കിയേ. പെയ്ത്ത്. ഓ എന്താണ് നോക്കിയേ. അമ്പു തകർക്കാണ്. വൈകുന്നേരം സമയം അടുക്കളയിൽ ഇവിടെ ഫിഷ് ബിരിയാണി വെക്കുന്നുണ്ട് കേട്ടാ. സഞ്ജയ് ഭായ് ഫിഷ് ബിരിയാണി. കപ്പലണ്ടി, ഇവിടെ കശുവണ്ടി, മുന്തിരിയൊക്കെ ചേർത്ത് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ബിരിയാണി അതെ അരിയുടെ കിട്ടോ. ഈ സമയം വല പിടിക്കാൻ സമയം കണ്ട. എല്ലാവരും അങ്ങോട്ട് വല പിടിക്കാൻ വേണ്ടി പോവേണ്ട. നമ്മുടെ അരി റെഡിയാക്കാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബിരിയാണി റൈസ് റെഡി ആവാൻ കേട്ടോ. ഇപ്പോൾ കുറച്ച് നേരം കഴിക്കും. നമുക്കിപ്പോൾ നമ്മുടെ വലയും കാര്യങ്ങളൊക്കെ കയറാൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ 6-ാം ദിവസത്തെ വൈകുന്നേരത്തെ ലാസ്റ്റ് വല കയറുന്ന കാഴ്ചയാണ് വൈകുന്നേരം കേട്ടോ. ഇവിടെ പിടിച്ചേരുന്നുണ്ട്. ഇതവിടെ ഒരു ദൂരെ ഒരു ബോട്ട് വേണം കേട്ടോ. കണ്ടോ, ഇവിടെ വല പിടിച്ച് കയറ്റാണ്. ബോട്ടും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. വല കയറി കഴിയുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വല പൊട്ടിയ വല അടിയിലിട്ടിട്ടുണ്ട്. അത് റെഡിയാക്കി എടുത്ത് ഇപ്പൊ വേറെ വല ഉണ്ട് ഇട്ടേക്കണത്. വല കയറി വരണ ഇത് നമ്മുടെ കോടന്റെ റോപ്പാണ് കേട്ടാ. കണ്ടാ സെൻട്രൽ ലൈൻ എന്ന് പറയും. ഇതേ കയറിപ്പോഴും കേട്ടാ. രണ്ട് പേരും രണ്ട് കടിക്കാണ്ട് കുരിശാണ്ട് കേട്ടാ. വല കയറി വരെയാണ്. ആഹാ എന്താ ഞങ്ങളുടെ കാലിമേട്ടോടെ കേൾക്കണം. ഓ അയ്യേ ഉഷാറാണ്. ഞാൻ കടിക്കോട്ടാ.
കയറ്റണത് അയില കണ്ണയില. ഇവിടെ കണ്ണയില കിടക്കണ കണ്ണയില കിട്ടി തുടങ്ങിട്ടാ. മീൻ 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 കൊടുതാ തളയണ്ടേ തളയനെടുത്തിട്ടാ. ഇവിടെ തളയനുണ്ട് തളയൻ. ഒരു നെയ്മീനല്ല നെയ്മീനാണ്. അപ്പൊ പിടിച്ച് കയറ്റാണ് ഇപ്പൊ ചരക്കേറൊരു ചരക്കേറി വരെയാണ് നമ്മുടെ റോക്കി ബായ് പൊട്ടിക്കാൻ നിൽക്കണം കേട്ടാ. അപ്പുറത്ത് അണ്ണനോട് ആഹാ ഉഷാറ് അയില ആഹാ കിടിലം പുള്ളി. ആറോസത്തിലെ ഏറ്റവും വലിയ പുള്ളി വലിയ പുള്ളി ഇതിന് വലിയ പുള്ളിയൊക്കെ ഉണ്ടാവട്ടാ. ആ കൊള്ള മല മുറ്റു പുള്ളിയാണ്ടിത്. ഇതിനെ പുള്ളി എന്നാട്ടാ പറയണത്. അതോടെ വലിച്ചൊക്കെയാണ് ഇപ്പൊ പൊട്ടിക്കോട്ടാ. പൊട്ടിട്ടുണ്ട്. അതേ വീരണ് അയില അടിപൊളി കാഴ്ച കേട്ടാ. നല്ല കീടില അയില വീണ്ടുണ്ട്. അയിലയും തിരിയാനും പിന്നെ ബാക്കി കുറെ മീനൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് ഞാൻ തിരിഞ്ഞും കാണിച്ചു തരാട്ടാ. ഒരു ഉടുപ്പൂരി ഒക്കെ വലിയ ഉടുപ്പൂരി. പൊക്ക് ആഹാ വീട്ടിലെ ഉടുപ്പൂരി കണ്ടത് നിങ്ങടെ മാറ്റിയാണ്. രണ്ടുടുപ്പൂരി ആഹാ വീട്ടിലെ മറ്റ റോക്കി ബായ ഒന്ന് നോക്കിയേ. റോക്കി ബായുടെ അതിൽ കിട്ടിയിട്ടുണ്ട്. എന്താണിത് ആഹാ ഉഷാറ് കറക്കി എടുത്തിട്ടുണ്ട്. വറ്റ റോക്കി ബായ് പൊക്കി പിടിച്ചാ കണ്ട. അതിൻ്റെ അകത്ത് 2 ഉടുപ്പൂരി ഉണ്ട്. അത് നമ്മുടെ റോക്കി എണ്ണ പൊക്കി എടുക്കുന്നുണ്ട്. ആഹാ 2 ഉടുപ്പൂരി കൊള്ള ഉഷാറ്. ഓക്കെ തെറ്റിക്കണ്ട. ഇതാണ് ഉടുപ്പൂരി കേട്ടാ. എടുത്ത് കിട്ടിയതിൻ്റെ ആ ഒരു വലിപ്പം തന്നെ ഇത് 2 ഉണ്ട്. വലിയ പാലാങ്ങനെയാണ് പൊക്കി പിടിച്ചാണ്. ആഹാ വലിയ പാലാങ്ങനെ ഇട്ടിട്ടുണ്ട്. മീനുകളെന്ന് പറഞ്ഞാൽ തിരിയാൻ ഒരു ബോക്സ് ഉണ്ട്. 2, 3, 4, 5 പിന്നെ അയില കണ്ണയില ഉണ്ണിമേരി ഒട്ടുമീനൊക്കെ വലുത് ഇടിയുന്നുണ്ട്. ഒട്ടുമീനെ വലുത് നോക്കിയേ. അത് ഒട്ടുമീനല്ല മോദം കേട്ടാ. അയിലതേ മറിച്ചടിക്കണ്ട വേണ്ട തിരിയാനാണ്. നമ്മുടെ രാജണ്ണനാണ്ട മറിച്ചടിക്കുന്നത്. ദേവർ തിരിയാനെടുത്തിട്ടുണ്ട്. മറിച്ചടിക്കണ തിരിയാൻ ഇവിടെ വേണ്ട മറിച്ചടിക്കണ്. നന്നായിട്ട് കഴുകിയിട്ട് വേണം മൈസ് ചെയ്യാൻ. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് കഴുകാൻ വേണ്ടി എല്ലാ മീനുകളെല്ലാം മറിച്ചടിക്കും കേട്ടാ. കടൽ വെള്ളത്തിലാണ് കഴുകണത്. ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് മീനുണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് ഞാൻ കാണിച്ചത് വലിയ കണവറം കിടപ്പുണ്ട്. പിന്നെ പാലാങ്കണ്ണി. പിന്നെ ഇന്നിപ്പോൾ ഒരു ബോക്സ് ഇതിനകത്ത് വങ്കടയുണ്ട് കണ്ട. ഈ അയിലയുടെ കൂടെയൊക്കെ ഉണ്ടാവുന്നത് വങ്കട കേട്ടാ. പിന്നെ ഇതിനകത്ത് വങ്കടയുണ്ട്. പിന്നെ കുറച്ച് തളയം കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഇന്നത്തെ മീൻ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇത് ഐസ് ചെയ്യണ ഒരു കാഴ്ച ഞാൻ സ്റ്റോറിൽ കാണിച്ചു തരാം കേട്ടാ. മാത്രമല്ല അയില മാത്രം നമുക്ക് കാണാണ്ട് ഇവിടെ ഇപ്പുണ്ടായി കുടുത ഉണ്ടായിട്ട് കുടുതയും വറ്റയും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടാ. ഇടത്തരം കുടുത. പിന്നെ ഉടുപ്പൂരിയാണ് ആ കിടക്കണത്. ഇടത്തരം കുടുത തേനാ. കുടുത മറിച്ചടിക്കണ ഞാൻ കാണിച്ചു തരാം കേട്ടാ. മറിച്ചടിക്കണ ചൂര മറിക്കണ ഒരു കാഴ്ചയാണ്. അല്ല കുടുത ചൂര എന്ന് പറയുന്നത്. ആഹാ അല്ല പച്ച മീനാട്ടാ.
തിളങ്ങി മീനാടാ. സാധാരണ കുത്തിയാണ് നിർത്തണം, നമ്മ ഇപ്പൊ കുത്തി നിർത്തൂല. കുറച്ച് കഴിയുമ്പോ കച്ചവടം ചെയ്യുമ്പോ കുത്തി നിർത്തി കൊടുക്കും. ഇങ്ങോട്ട് അടുപ്പിക്കുമ്പോ അതാ പയ്യെ അപ്പൊ തന്നെ നേരെ ഇറക്കി അടിയിലോട്ട് കൊടുക്കോട്ടാ. നമ്മളെ ചൂല ഇറക്കാൻ പോണ്, അഥവാ കുടുത. ആറാം ദിവസവും സ്റ്റോറിൽ എത്തിയിട്ടുണ്ട്. മീനൊക്കെ ഇവിടെ ഐസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കേട്ടാ. ഇത് നമ്മൾ നേരത്തെ ഐസ് ചെയ്തിട്ടാണ്. പുതുതായിട്ട് തിരിയാൻ ഇവിടെ ഐസ് ചെയ്തേക്കണം കേട്ടാ. തിരിയാൻ അതെ നമ്മുടെ ബായിത് ചൂര എടുത്തുണ്ടും പോവേണ ആളെ ഐസ് ചെയ്യാൻ വേണ്ടി പോവേണ്ട. ചൂര ഇവിടെ ഐസ് ചെയ്തു. ഇവിടെ നല്ല മീനൊക്കെ ഈ ഒരു ഭാഗത്താണ് ആളിവിടെ കൊണ്ടുവന്നിട്ടേക്കണം കേട്ടാ. ഇനി ബായി അവിടെ നിന്ന് പോയി മീൻ കൊണ്ടുവരും. ബായ് ഞാൻ സുബ്രതദാസ്, അതാണ് ആളുടെ പേരട്ടാ. സ്ഥലം ദർ കഹാ ഹെ? കൊൽക്കത്ത. അതെ പുന്നാര മീനൊക്കെ കൊണ്ടുപോകേണ്ട ആള്. കറക്കേക്ക് ഇടേണ്ട ഇവിടേക്ക് ഐസ് ചെയ്യണേട്ടാ. ഇതിനകത്തോടെ ഇടുന്നു. ഇതിനകത്തോടെ പുന്നാര മീൻ ഇട്ടേക്കണേ. അതിനകത്തോട്ട് അതപ്പുറത്തോട്ടിട്ട് ഈ ബോക്സിലോട്ട് ഐസ് അടിക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ ഐസ് ഓട്ടിക്കേണ്ട. ഇത്രയും മീനൊക്കെയാണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കണത്. ഇന്നിപ്പോ ഈ ഒരു കള്ളിയിൽ അടിച്ചിട്ടുണ്ട്, പിന്നെ ഈ ഒരു കള്ളിയിൽ അടിച്ചിട്ടുണ്ട് പുതുതായിട്ട്. പിന്നെ ഇതൊക്കെ അടിക്കാനുണ്ട്, ഇതൊക്കെ ഒന്നും അടിച്ചിട്ടില്ല. തളയൻ, അതുപോലെ തന്നെ ഇപ്പൊ കിട്ടിയ ഞണ്ടും, പിന്നെ നമ്മുടെ പാലാങ്കണ്ണി മീൻ. നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ പറഞ്ഞ പേരൊന്ന് കമന്റ് ചെയ്ത് പറയണം. ഈ പാലാങ്കണ്ണിയൊക്കെ ഉണ്ട്, പിന്നെ മോത, പിന്നെ നിങ്ങളുടെ നയില, കൂളാവൊക്കെ നേരത്തെ ഐസ് അടിച്ച് വെച്ചാണ്ടാ. നമ്മുടെ വെള്ളമൊക്കെ തീരാറായി. 2-3 ബോക്സ് ഒക്കെ 4 ബോക്സ് എന്തോ ക്യാനെന്തോ ഉള്ളട്ടാ. പിന്നെ നിങ്ങളുടെ കയ്യിലാക്കിയിട്ടുണ്ട് കേട്ടാ. ഇവിടെ കയ്യിലാക്കിയിട്ടുണ്ട് വെച്ചിട്ടുണ്ട്. ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏകദേശം ആള് പറഞ്ഞത് ഒരു 10 ലക്ഷം രൂപയോളം ചരക്ക് ഇപ്പൊ നമ്മുടെ ഈ ഒരു ബോട്ടില് ആയിട്ടുണ്ടെന്നാണ് ഇപ്പൊ പറഞ്ഞത് ആള്. ഫിഷ് ബിരിയാണി എല്ലാരും ക്യൂവിലാണ്. ഞാൻ ഇങ്ങനെ കയറിയിട്ടുണ്ട്. അവിടെ ഫിഷ് ബിരിയാണി കഴിക്കാനുള്ള കഴിക്കട്ടെ. പൊക്കി മര്യാദ സംഭവം അടിപൊളിയാണ്. നാടകമുണ്ട്, കൊള്ളാം. ഫിഷ് ബിരിയാണി കേട്ടോ. നെയ്മീനാണ്, കുഴപ്പമില്ല. അത്യാവശ്യം ടേസ്റ്റ് ഒക്കെ ഉണ്ട്. ആവറേജാണ്, വലിയ മാസം പരിക്കാൻ ടേസ്റ്റ് ഇല്ല. കുഴപ്പമില്ല, കഴിക്കാം. അപ്പൊ കാലത്ത് വൈകുന്നേരമുള്ള എല്ലാ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് കാണുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. മെയിനായിട്ട് ക്യാമറമാൻ എന്നുള്ള നമ്മളൊക്കെ തന്നെ അങ്ങാട് ക്യാമറ പിടിക്കണം. പിന്നെ ബോർഡിലുള്ള അണ്ണന്മാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ക്യാമറ വീഡിയോസ് ഒക്കെ പിടിച്ചരും. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ അലോ ചെയ്താൽ മാത്രമേ ഞാൻ ചെയ്ത പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലൊക്കെ എത്തുള്ളൂ. ഇന്നിപ്പോ 6ാം ദിവസത്തെ ഫിഷിംഗ് ഇവിടെ തീർന്നു. ഇനി നേരം വിളിക്കുമ്പോൾ 7ാം ദിവസം കാഴ്ചക്കാർ വരാം. അപ്പൊ അതുവരെ അപ്പൊ നേരമൊക്കെ വെളുത്ത് ഞാൻ എണീറ്റ് കണ്ണൊക്കെ ഇരിക്കണേണ്ട. ഉറങ്ങിയിട്ടില്ലട്ടോ. ഇന്നലെ രാത്രി മൊത്തം കടലുള്ളിലായിരുന്നു. ആങ്കറിൽ കിടന്നിട്ട് ഞാൻ ഇവിടെ നിങ്ങളൊക്കെ അങ്ങാടും കാടും ഉരുണ്ട് കളിക്കായിരുന്നു. കിടക്കാൻ പറ്റിയിട്ടില്ല, ഉറങ്ങിയിട്ടേ ഇല്ല. അത്രയും കടലുകൊണ്ടാണ്. ഇപ്പോഴത്തെ മഴ നിന്നിട്ടില്ല, നല്ല മഴയാണ്. നോക്കി കാറ്റും കോളൊക്കെ ആയിട്ട് കണ്ടത്. മഴ നിൽക്കാണ്ട് പെയ്യാണ്. എന്നാ ഉറക്കൊപ്പിടി നന്നായിട്ട് ഉറങ്ങിയ ഇന്നല. ആരും ഉറങ്ങിയല്ല, കണ്ട കണ്ടിരിക്കണടാ എക്കത്തിന്റെ കാര്യം. ഇതിനോടുക്കത്ത് ഉറക്കം ഉറങ്ങി. കാരണം അണ്ണന് ഒരു മൂലക്കതി പടയായിരുന്നു. അതുകൊണ്ട് വലിയ റോളിങ് ഉണ്ടായില്ല ബക്കന്റെ വേണ്ടിയിട്ട്. ബാക്കി എല്ലാവരും കണ്ടിരിക്കണണ്ട. ആരും അങ്ങനെ ഉറങ്ങിയിട്ടില്ല. ഇപ്പൊ നേരം വെളുത്ത് എല്ലാവരും കിടന്ന് ഉറങ്ങണത്.
ഡ്രൈവറേട്ടാ ഇത് നമുക്കടാ കണ്ടിരിക്കണടാ ഇത് നമ്മുടെ ചെട്ടിക്കാട് അടുത്തുള്ള കേട്ടാ. ചെട്ടിക്കാട് നമ്മുടെ നാട്ടുകാരനാണ്. ബാക്കി എല്ലാവരും ദൂരെയാണ്. ഇവരൊക്കെ കുളച്ചലാണ്, തിരുവനന്തപുരമാണ്. അത് നമ്മുടെ നാട്ടുകാരനാണ്. അപ്പൊ ആരും ഒക്കെ ശരിയായിട്ടില്ല. വല പിടിക്കാൻ വേണ്ടി പോവുകയാണ്. വല പിടിച്ചിട്ട് ബാക്കി കാഴ്ച കാട്ടിത്തരാട്ടാ. അഴികേറണ ഇതാണ്ടാ. മറിയണോക്കി പൊന്നെ കിടിലം കാഴ്ചയാണ്. പിടിച്ചക്കിരുന്നോട്ടാ. അഴികേറ നോക്കിക്കോട്ടെ.